വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണാവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC+2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. ഹലോ, നമസ്കാരം. LB അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുവർണ. നമുക്കറിയാം, NIOSൻ്റെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹിസ്റ്ററിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പാർട്ട് 3 വീഡിയോ ആണിത്. നമ്മൾ ഇതിനു മുമ്പ് 20 വരെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ചെയ്ത് അനലൈസ് ചെയ്തിരുന്നു. ആ 20 എണ്ണവും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 21. During the Gupta period, provinces were divided into a number of districts called dash and land taxes were called dash. ഗുപ്ത കാലഘട്ടത്തിൽ പ്രൊവിൻസുകൾ കുറേ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് തിരിച്ചിരുന്നു. അവയെ എന്ത് പേരാണ് വിളിക്കുന്നത്? അതുപോലെ തന്നെ ലാൻഡ് ടാക്സിന് ഗുപ്ത കാലഘട്ടത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഈ രണ്ടും ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരൊറ്റ ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ രാഷ്ട്ര ആൻഡ് ഉപരികര, ഓപ്ഷൻ ബി പ്രദേശ് ആൻഡ് ഉദ്രൗജ, ഓപ്ഷൻ സി ദേശ് ആൻഡ് ഭോഗ, ഓപ്ഷൻ ഡി ഭുക്തി ആൻഡ് ബലി. ഇതിൽ ഗുപ്ത കാലഘട്ടത്തിൽ പ്രൊവിൻസുകളെ ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ച് അതിനെ ഭുക്തി എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ ആ കാലഘട്ടത്തിൽ ടാക്സിന് പറഞ്ഞിരുന്ന പേര് ബലി എന്നാണ്. ഓപ്ഷൻ ഡി ആണതുകൊണ്ട് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. ദ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത എംപയർ വാസ് ഡാഷ് ആൻഡ് ദി ഗോൾഡ് കോയിൻസ് ഓഫ് ദി ഗുപ്ത പീരീഡ് വെയർ കോൾഡ് ഡാഷ്. നമ്മൾ ക്ലാസ്സിലും അതുപോലെ തന്നെ പാർട്ട് 1 വീഡിയോ, പാർട്ട് 2 വീഡിയോ, നമ്മുടെ റിവിഷൻ ടൈം ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഫൗണ്ടേഴ്സിൻ്റെ പേര് പഠിക്കണം എന്നുള്ളത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിലൊക്കെ ഈ ഫൗണ്ടേഴ്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വീണ്ടും ദാ കണ്ടില്ലേ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തും ഫൗണ്ടേഴ്സിൻ്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ദ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത എംപയർ വാസ് ഡാഷ്, ദ ഗോൾഡ് കോയിൻസ് ഓഫ് ദി ഗുപ്ത പീരീഡ് വെയർ കോൾഡ് ഡാഷ്. അപ്പം നോക്കാം, ഇതിൽ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത എംപയർ എന്ന് പറയുന്ന ആരാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. ചന്ദ്രഗുപ്ത ഫസ്റ്റ്. അതുപോലെ തന്നെ ഗുപ്ത പീരീഡിലെ ഗോൾഡ് കോയിൻസിനെ എന്ത് പേരാണ് വിളിച്ചിരുന്നത്? ദിനാർ. ദിനാർ എന്നാണ് ഗുപ്ത പീരീഡിലെ ഗോൾഡ് കോയിൻസിനെ വിളിച്ചിരുന്നത്. മറക്കണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. ശിവജി കിൽഡ് ഡാഷ് ദ ജനറൽ ഓഫ് ദി സുൽത്താൻ ഓഫ് ബിജാപൂർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ ഡാഷ് ദ സുൽത്താൻ ഓഫ് ബിജാപൂർ അക്നോളജ്ഡ് ശിവജി ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റൂളർ. ഓപ്ഷൻ എ മിർ ഷാ 1665, ആദിൽ ഷാ 1670, അഫ്സൽ ഖാൻ 1662, മിർസ ഖാൻ 1660. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി അഫ്സൽ ഖാൻ 1662 ആണ്. ശിവജി കിൽഡ് അഫ്സൽ ഖാൻ, ദ ജനറൽ ഓഫ് ദി സുൽത്താൻ ഓഫ് ബിജാപൂർ. ബിജാപൂർ സുൽത്താൻ്റെ ജനറലായിരുന്ന അഫ്സൽ ഖാനെയാണ് ശിവജി കൊന്നത്. അതുപോലെ തന്നെ അതിനുശേഷം 1662 ദ സുൽത്താൻ ഓഫ് ബീജാപൂർ ശിവജിയെ ഒരു ഇൻഡിപെൻഡൻറ്റ് റൂളറായിട്ട് അക്നോളജ് ചെയ്തത്. ആദിൽ ഷാഹി രാജവംശത്തിലെ ശക്തനായ സേനാനായകൻ അഫ്സൽ ഖാനെ വധിച്ചത് ഛത്രപതി ശിവജിയുടെ ജീവിതത്തിലെ സുപ്രധാനമായൊരു നാഴികക്കല്ലായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ സി അഫ്സൽ ഖാൻ 1662 ആണ് ആൻസർ. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് വാസ് ദി റിയൽ നെയിം ഓഫ് ഷേർഷാ ആൻഡ് ഹിസ് ഫാദർ വാസ് ഗവർണർ ഓഫ് ഡാഷ്. ഷേർഷായുടെ റിയൽ നെയിം എന്തായിരുന്നു? അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇന്ന സ്ഥലത്തെ ഗവർണറായിരുന്നു. അതേത് സ്ഥലമാണ്? ഓപ്ഷൻ എ ഫരീദ് ആൻഡ് സസാറം, ഓപ്ഷൻ ബി ഹസൻ ഖാൻ ആൻഡ് കാബൂൾ, ഓപ്ഷൻ സി ഹിന്ദാൾ ആൻഡ് ബിദാർ, ഓപ്ഷൻ ഡി മിർസ ആൻഡ് അലഹബാദ്. ഇതിൽ ഫരീദ് വാസ് ദ റിയൽ നെയിം ഓഫ് ദി ഷേർഷാ. ഷേർഷായുടെ റിയൽ നെയിം ഫരീദ് എന്നായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാദർ സസാറാമിലെ ഗവർണറായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 25th ക്വസ്റ്റ്യൻ. അണ്ടർ ദി ജാഗിർ സിസ്റ്റം, ഇഫ് എ ജാഗിർ yielded only half of the jama, it was called dash. If it yielded only 1/4, it was called dash. അപ്പോൾ ജാഗിർ സിസ്റ്റത്തിൽ ജാഗിർ ഈൽഡ് ചെയ്തത് ഓൺലി ഹാഫ് ഓഫ് ദി ജമ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരും, അതുപോലെ തന്നെ 4/1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരും. ഓപ്ഷൻ എ ഷഷ്മഹ ആൻഡ് സിഹ്മഹ, ഓപ്ഷൻ ബി
ഖലീസ ആൻഡ് മഷ്റത്ത്. ഓപ്ഷൻ സി ജമ ആൻഡ് ഹസിൽ. ഓപ്ഷൻ ഡി ഡുഅസ്പ ആൻഡ് സിഹസ്പ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഷഷ്മഹ ആൻഡ് സിഹ്മഹ. ജമയുടെ ഉള്ളി ഹാഫ് മാത്രമാണ് ജാഗിർ സിസ്റ്റത്തിൽ ഈൽഡ് ചെയ്യുന്നതെങ്കിൽ അത് ഷഷ്മഹ. അതുപോലെ തന്നെ 1/4 ആണെങ്കിൽ സിഹ്മഹ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. ആൻസർ എനി 2. ഇതിൽ 2 ആൻസർ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം തന്നെ പറഞ്ഞു പോകാം. ഓക്കെ, അത് ശ്രദ്ധിച്ച് കണ്ട് ചെയ്തോണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം. ആരാണ് ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻസർ റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹാഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മോഡേണൈസ്ഡ് റെഗുലർ ആർമി ഇൻ ഏഷ്യ ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ആർമി. ബ്രിട്ടീഷ് ആർമി കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മോഡേണൈസ്ഡ് റെഗുലർ ആർമി, ഇന്ത്യയുടെ അല്ല ചോദിക്കുന്നത്, ഏഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മോഡേണൈസ്ഡ് റെഗുലർ ആർമി ആരുടേതായിരുന്നു? ആരുടേതാണ്? മഹാരാജ രഞ്ജിത് സിംഗിൻ്റേതായിരുന്നു കേട്ടോ. മഹാരാജ രഞ്ജിത് സിംഗ് ഹാഡ് ദി സെക്കൻഡ് ലാർജസ്റ്റ് മോഡേണൈസ്ഡ് റെഗുലർ ആർമി ഇൻ ഏഷ്യ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അണ്ടർ ദി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ദ കിങ് ഇൻ കൗൺസിൽ ക്രിയേറ്റഡ് എ സുപ്രീം കോർട്ട് ഇൻ ദ പ്രസിഡൻസി ടൗൺ ഓഫ് ഡാഷ്. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കീഴിൽ ദ കിങ് ഇൻ കൗൺസിൽ പ്രസിഡൻസി ടൗൺ ഓഫ് ഡാഷ് ഒരു സ്ഥലമാണ്, അവിടെ സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തു എന്നാണ്. ഏതാണ് ആൻസർ? കൽക്കട്ട. കൽക്കട്ടയിലാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 ഭാഗമായിട്ട് കിങ് ഇൻ കൗൺസിൽ ഒരു സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇനി ദ ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് എൻഡഡ് ദി ഡാഷ്. വാൻഡിവാഷ് ബാറ്റിലിന് ശേഷം എന്ത് എൻഡ് ചെയ്തു? ഫ്രഞ്ച് സുപ്രീമസി എൻഡ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് 27. The Mughal provincial administration had 2 main heads, Nizamat and Diwani. Diwani comprises functions of dash and dash. Option A, revenue administration and civil justice. Option B, administration of law and order and criminal justice. Option C, both A and B. Option D, none of the above. Diwani എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഓപ്ഷൻ എ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിവിൽ ജസ്റ്റിസ്. റവന്യൂ അഡ്മിനിസ്ട്രേഷനും സിവിൽ ജസ്റ്റിസും ചേരുന്നതാണ് കേട്ടോ ദിവാനി. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ് വാസ് ദി ഫസ്റ്റ് ടു ജോയിൻ ദ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം. ഓപ്ഷൻ എ ലോർഡ് വെല്ലസ്ലി ആൻഡ് നിസാം ഓഫ് ഹൈദരാബാദ്. ഓപ്ഷൻ ബി ലോർഡ് ഡൽഹൌസി ആൻഡ് മൈസൂർ. ഓപ്ഷൻ സി റോബർട്ട് ക്ലൈവ് ആൻഡ് ഔത്ത്. ഓപ്ഷൻ ഡി ഹാഗ്രോസ് ആൻഡ് ഗ്വാളിയർ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ലോർഡ് വെല്ലസ്ലി ആൻഡ് നിസാം ഓഫ് ഹൈദരാബാദ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് വെല്ലസ്ലി ആണ്. അതുപോലെ തന്നെ സബ്സിഡിയറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് നിസാം ഓഫ് ഹൈദരാബാദ് ആണ്. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. The 2 main theoretical principles underlying the British judicial system in India were the notions of the dash and dash. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന 2 തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് താഴെ പറയുന്ന ഏതൊക്കെ നോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? ഓപ്ഷൻ എ റൂൾ ഓഫ് പവർ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വീക്ക്. ഓപ്ഷൻ ബി റൂൾ ഓഫ് ലോ ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ലോ. ഓപ്ഷൻ സി സബ്ജുഗേഷൻ ആൻഡ് സബോർഡിനേഷൻ. ഓപ്ഷൻ ഡി സുപ്രീമസി ഓഫ് വൈറ്റ് ആൻഡ് റൂൾ ബൈ വൈറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? റൂൾ ഓഫ് ലോ ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി 29th ക്വസ്റ്റ്യൻ, അതിൽ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വേൾഡ് വാർ ഫസ്റ്റ് മെക്സിക്കോ ഡാഷ് ആൻഡ് ഡാഷ് റീമെയ്ഡ് ന്യൂട്രൽ. വേൾഡ് വാർ ഫസ്റ്റിൽ മെക്സിക്കോയും പിന്നെ ഒരു രാജ്യവും പിന്നെ വേറൊരു രാജ്യവും ന്യൂട്രലായിരുന്നു. അതേതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഓപ്ഷൻ എ റഷ്യ ആൻഡ് നോർവേ. ഓപ്ഷൻ ബി ഡെൻമാർക്ക് ആൻഡ് ഓസ്ട്രിയ. ഓപ്ഷൻ സി ബ്രിട്ടൻ ആൻഡ് USA. ഓപ്ഷൻ ഡി നോർവേ ആൻഡ് ഡെൻമാർക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി നോർവേ ആൻഡ് ഡെൻമാർക്ക്. അപ്പോൾ വേൾഡ് വാർ ഫസ്റ്റിൽ മെക്സിക്കോയും നോർവേയും ഡെൻമാർക്കും ന്യൂട്രലായിട്ടാണ് നിന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ബോൾഷെവിക് മീൻസ് ഡാഷ് ആൻഡ് മെൻഷെവിക് മീൻസ് ഡാഷ് ഇൻ റഷ്യൻ. റഷ്യയിൽ ബോൾഷെവിക്കും മെൻഷെവിക്കും ഒക്കെ എങ്ങനെയായിരുന്നു? മജോറിറ്റി ആൻഡ് മൈനോറിറ്റി ആണോ
മൈനോറിറ്റി ആൻഡ് മജോറിറ്റി ആണോ, കമ്മ്യൂണിസ്റ്റും ലിബറലും ആണോ, നാഷണലിസ്റ്റും ക്യാപിറ്റലിസ്റ്റുകളും ആണോ? ബോൾഷെവിക്ക് എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മെൻഷെവിക്കും. അപ്പോൾ ബോൾഷെവിക്ക് ഇതിൽ മജോറിറ്റി ആയിരുന്നു, മെൻഷെവിക്ക് ഇതിൽ മൈനോറിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എ മജോറിറ്റി ആൻഡ് മൈനോറിറ്റി എന്ന് വേണം ആൻസർ ചെയ്യാൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഫസ്റ്റ് മേജർ പോപ്പുലർ അറ്റാക്ക് ഓൺ ദി ഓട്ടോക്രസി ടുക്ക് പ്ലേസ് ഇൻ ദി ഇയർ ഡാഷ് വിച്ച് ലെനിൻ ലേറ്റർ കോൾഡ് ദ ഡാഷ് ഫോർ ദി 1917 റെവല്യൂഷൻ. ഓപ്ഷൻ എ 1905 ആൻഡ് ഡ്രസ് റിഹേഴ്സൽ. ഓപ്ഷൻ ബി 1910 പ്രിക്കഴ്സർ. ഓപ്ഷൻ സി 1916 ആൻഡ് ലോങ് മാർച്ച്. ഓപ്ഷൻ ഡി 1914 ആൻഡ് ഗ്രേറ്റ് റിബല്യൻ. ഓപ്ഷൻ എ 1905 ആൻഡ് ഡ്രസ് റിഹേഴ്സൽ ആണ് ആൻസർ. അതായത് 1905 ഓട്ടോക്രസിക്കെതിരായിട്ട് ഫസ്റ്റ് മേജർ പോപ്പുലർ അറ്റാക്ക് നടക്കുന്നത്. പിന്നീട് ലെനിൻ 1917 റഷ്യൻ റവല്യൂഷന് മുമ്പുണ്ടായ ഒരു ഡ്രസ് റിഹേഴ്സലാണ് അതെന്ന് വിളിച്ചിരുന്നു ആ ഒരു അറ്റാക്കിനെ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ 1905 ആൻഡ് ഡ്രസ് റിഹേഴ്സലാണ് ആൻസർ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താണ് മനസ്സിലായത്? വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഫൗണ്ടേഴ്സിൻ്റെ കാര്യം വീണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ വേൾഡ് വാറിന് പ്രാധാന്യമുണ്ടെന്നും ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുത്തു, അതുപോലെ തന്നെ റെവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ പേരും നടന്ന സമയവും അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരും വിശേഷണങ്ങളും ഒക്കെ പ്രധാനമാണ്. അപ്പോൾ അതൊക്കെ നോക്കി വേണം പഠിക്കാൻ.